ഞാൻ പല ആവർത്തി പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേൽ ഇറാൻ വാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാൻ. പക്ഷെ അമേരിക്ക ഇടപെടാൻ വേണ്ടി ഇസ്രായേലിന് താല്പര്യമുണ്ടായിരുന്നു. കാരണം ഇറാനിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, പ്രത്യേകിച്ച് ഫോർഡോ, നാഥൻസ്, ഇവിടൊക്കെ ബോംബ് ചെയ്യാൻ വേണ്ടി ലോകത്താരുടെ കയ്യിലും അതേപോലെയുള്ള വലിയ ബോംബുകളില്ല. അതായത് മാസീവായിട്ടുള്ള ഓർഡിനൻസ് ബോംബ്, MOB, മദർ ഓഫ് ഓൾ ബോംബ് എന്ന് പറയുന്ന 13,000 കിലോയോളം വരുന്ന ബോംബുകൾ ഡ്രില്ല് ചെയ്ത് 100-200 മീറ്റർ കോൺക്രീറ്റിൻ്റെ അകത്തോട്ട് കയറി ബ്ലാസ്റ്റ് ആകുന്നു. അപ്പം ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല സംഭവങ്ങളും ഇപ്പം അമേരിക്കയിലുള്ള പല സുഹൃത്തുക്കളുമായിട്ടോ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്ന ചില പോയിന്റുകളുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപ് ആദ്യം പറഞ്ഞു ഇടപെടത്തില്ല, പിന്നീട് പറഞ്ഞു 20 ദിവസം ടൈം കൊടുക്കുന്നു, പിന്നീട് പെട്ടെന്ന് കയറി ഇടപെടുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ഇതത് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ ഒരു മനുഷ്യനാണ് ഇയാൾ. അപ്പം അയാൾക്കുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിനെ നമ്മളെല്ലാവരും വിളിക്കുന്നത് പോട്ടനാണ്, ഇന്ന് പറയുന്നതല്ല, നാളെ പറയുന്നതല്ല, മറ്റേതാൾ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു പറയുന്ന നമ്മൾ ഈ പറയുന്നതൊക്കെ സത്യം തന്നെ. ആ രീതിയിലാണ് ഈ ട്രംപിൻ്റെ പെരുമാറ്റം. പെട്ടെന്ന് ഇന്ത്യയുടെ സ്നേഹമായിരുന്നു, ഇന്ത്യയുടെ പ്രശ്നമായി, പെട്ടെന്ന് മോദിയെ കണ്ട് അങ്ങോട്ട് വരാൻ വിളിക്കുന്നു. ഈ ടോക്സ് അമേരിക്കയിലും എല്ലാവരും സംസാരിക്കുന്ന, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കന്മാർ സംസാരിക്കുന്നത്. പക്ഷെ ഈ ട്രംപുമായി ബന്ധപ്പെട്ട ആൾക്കാരും പിന്നെ അയാളുമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞത്, ഇയാൾ ഈ പറയുന്ന ഈ വാറിൽ ഇടപെടാൻ സാധ്യതയില്ല, ഇസ്രായേലിന് ഒരു സമയം കൊടുത്തിരിക്കുകയാണ്, ഇത്ര ദിവസം കൊണ്ട് തീർക്കണം, കാരണം ഫർദർ എസ്കലേറ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് ട്രംപ് എന്ന് പറഞ്ഞയാൾ നമ്മൾ ഉദ്ദേശിക്കുമ്പം ഒബാമയാണെങ്കിലും ക്ലിൻ്റൺ ആണെങ്കിലും ഡെമോക്രാറ്റ്സിൻ്റെ മറ്റുള്ളവരാണെങ്കിലും ട്രംപ് അവരെക്കാളിലൊക്കെ വാറിനോട് എതിരുള്ള കക്ഷിയാണ്. കാരണം യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് ഇരുന്ന സമയത്താണ് IRGCയുടെ ലീഡറായ സുലൈമാനിയെ ഇറാൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച് ഇറാഖി വെച്ച് എയർപോർട്ടിലോട്ട് പോകുമ്പോൾ തട്ടിയത്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ട്രംപിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ, അതായത് G7 പോകുമ്പോൾ പോലും ട്രംപിന് വാറിന് പോകാൻ താല്പര്യമില്ല. G7 പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ട്രംപിനൊരു പേഴ്സണൽ മെസ്സേജ് കിട്ടുന്നത്. അതായത് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഇസ്രായേൽ അംബാസിഡർ മൈക്ക് ഹക്കാബെ, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അയാളെ പറ്റി. അയാൾ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്, പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡറാണ്. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റിയൊരു കാര്യം പറയാം. ഈ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, GOP എന്നതിനെ പറ്റി പറയും. ഇപ്പം മലയാളിയായിട്ട് നിങ്ങൾക്ക് മലയാളം ചാനലിലൊക്കെ വന്ന് അമേരിക്കൻ ഇലക്ഷനെ പറ്റി, അമേരിക്കൻ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കേന്ദ്ര, അതായത് ഫെഡറൽ ഒരു നേതാവുണ്ട്, മലയാളിയുണ്ട്, നിങ്ങളെല്ലാം കാണുന്നതാണ്, സ്റ്റാൻലി ജോർജ്. എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ സുഹൃത്താണ്, ഇടയ്ക്കിനെ സംസാരിക്കാറുണ്ട്. ഈ സ്റ്റാൻലി ജോർജും ഈ മൈക്ക് ഹബാബ് എന്ന് ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അധികം നേതാക്കന്മാരും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ജോലി ചെയ്ത് ഇവർക്ക് വേറെ ബിസിനസ്സും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ കീ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ജോലി, ഇവരൊക്കെ ഈ പാസ്റ്റർമാരും അതേപോലെ കാത്തലിക് സഭയുടെ ആൾക്കാരും ഇവരൊക്കെയാണ് ആൾക്കാർ. അല്ലാതെ ഇവരൊരു ഫുൾ ടൈം പാർട്ടി പ്രവർത്തകരാണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രവർത്തകരാണെങ്കിലും നേതാക്കളാണെങ്കിലും
ഇവരെല്ലാം ബേസിക്കലി ക്രിസ്ത്യൻ മിഷൻസ് ആണ് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇപ്പം സ്റ്റാൻലി ജോർജ് എന്തുവാ? സ്റ്റാൻലി ജോർജ് കുമ്പനാട്ടുകാരനാണ്. അയാളുടെ പിതാവ് അറിയപ്പെടുന്ന IPCയുടെ പാസ്റ്ററായിരുന്നു. സ്റ്റാൻലി ജോർജ് ഇതേപോലെ മിനിസ്ട്രിയും സംഭവം മിഷൻ പ്രവർത്തനം നടത്തുന്ന ലോകത്ത് പല രാജ്യങ്ങളിലും. അപ്പം അതേപോലെ ഒരാളാണ് ഈ മൈക്ക് ഹക്കാബെ എന്ന് പറയുന്നയാൾ. അത് വെൽ നോൺ പെൻഡക്കോസ്റ്റ് പാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, മറ്റേ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച. അയാൾ ഒരു മെസ്സേജ് അയക്കുന്നു. ആ ഒറ്റ മെസ്സേജിലാണ് ട്രംപ് മുഴുവൻ തീരുമാനം മാറി മറിയുന്നു. പിന്നീട് 2 ആഴ്ച ടൈം കൊടുക്കുന്നു, വാർ റൂം റിവ്യൂ വിളിക്കുന്നു. ആ മെസ്സേജിനകത്ത് അയാൾ പറയുന്നുണ്ട്, ദൈവമായിട്ടാണ് ഈ മെസ്സേജ് ഇതേപോലൊരു സംഭവം അതേപോലെ ട്രംപിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതായത് ഡിവൈനാണ്. അതായത് നേരത്തെ 1947 ഹാരി ട്രൂമാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത്, അത് ഡെമോക്രാറ്റാണ്. അത് ദൈവമായിട്ട് ഇരുത്തിയതാണ് ഡെമോക്രാറ്റുകൾ. അതേപോലെ ദൈവമായിട്ടാണ് ട്രംപിനെ ആ പോസ്റ്റിൽ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കണം. പക്ഷെ മാറി നിൽക്കാൻ പറ്റത്തില്ല. ഈ മെസ്സേജ് ട്രംപ് വായിക്കുകയും ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് ട്രംപ് ഈ പറയുന്ന വാറിനകത്ത് ഇറാനെതിരെ തിരിഞ്ഞ് സ്പെസിഫിക് ആയിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഞാൻ അറിഞ്ഞിടത്തോളം. കാരണം ഇതിട്ട് കഴിഞ്ഞപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അത് തന്നെ വലിയ പ്രശ്നമുണ്ടായി ട്രംപിനെതിരെ. എന്തുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല? അപ്പോഴും ട്രംപ് വാറ് വേണ്ട നെഗോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഈ മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പം ട്രംപിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഡെമോക്രാറ്റ്സ് മറ്റുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രംപിനോട് ആവശ്യപ്പെടാൻ തുടങ്ങി, ഇസ്രായേലിന് വേണ്ടി വാർ ചെയ്യണം. അത് അയാളുടെ പാർട്ടിക്കാർ പോലെ ഒപ്പോസിഷൻ പാർട്ടി വന്നിരിക്കുന്നു. ചിലപ്പോൾ അത്രമാത്രം രീതിയിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത് പ്രസിഡന്റിനോട് അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡേഴ്സും എല്ലാം കൂടെ ആവശ്യപ്പെടുന്നത് ട്രംപിനോട് വാറിൽ ഇറങ്ങണം, ഇസ്രായേലിനെ സഹായിക്കണം, ന്യൂക്ലിയർ സൈറ്റുകളെ ബോംബ് ചെയ്യണം. പിന്നീട് അതിൻ്റെ താഴെ പല മെസ്സേജുകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല റിപ്പബ്ലിക്കൻ പാർട്ടിയെ അനുകൂലിക്കുന്നവർ. ഞാൻ പറഞ്ഞു, ഇവരധികം ഈ വലിയ പ്രാർത്ഥനയും ഗോസ്പലുമായിട്ടൊക്കെ നടക്കുന്നവരാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രവർത്തകരും ലീഡേഴ്സും അല്ല. നിങ്ങൾ കണ്ടു കാണും, ട്രംപ് അധികാരത്തിൽ കഴിയുമ്പോൾ പ്രാർത്ഥന കൈതൊട്ട് പ്രാർത്ഥിക്കുന്നു, ഇവിടെ നിൽക്കുന്നു, അവിടെ പ്രയർ ചെയ്യുന്നു, ട്രംപ് ബൈബിൾ ഉയർത്തി നിൽക്കുന്നു. ഇതിനകത്ത് ശ്രദ്ധിച്ചു കാണാൻ ചില റിപ്പബ്ലിക്കൻ ആൾക്കാർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടത് വൈറലായി. അവരതിൻ്റെ അകത്ത് പറഞ്ഞു, ട്രംപ് ഇതിനകത്ത് ഇടപെട്ടില്ല എങ്കിൽ, ഇസ്രായേലിനെ പിന്തുണച്ചില്ല എങ്കിൽ ദൈവം ട്രംപിനോട് പകരം ചോദിക്കും. ട്രംപ് ഭയന്നു എന്നാണ് അറിയുന്നത്. കാരണം ഈ ഒരു അവസരത്തിൽ ദൈവികമായ ഒരു രാജ്യത്തെ, ഹോളി സിറ്റിയെ പിന്തുണയ്ക്കാനും ആ രാജ്യത്തെ പിന്തുണയ്ക്കാൻ ട്രംപ് തയ്യാറായില്ല എങ്കിൽ ദൈവമായിട്ട് ട്രംപിനെ തുലയ്ക്കും. ഇതേപോലെ സോഷ്യൽ മീഡിയ ട്വീറ്റുകൾ വരാൻ തുടങ്ങി. ട്രംപ് ശരിക്കും ഭയന്നു എന്നാണ് ഈ കാര്യത്തിൽ അറിയാൻ സാധിക്കുന്നത്. കാരണം ഒന്നാമത് ട്രംപ് ആണെങ്കിൽ ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ ബിലീവറാണ്. അത് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിയർ പോലും കുടിച്ചിട്ടില്ല. ഈ ട്രംപിൻ്റെ ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ ഈ ലാസ് വെഗാസിൽ ചൂതുകളി ഇല്ലാത്തത്. ബാക്കി എല്ലാ ഹോട്ടലിലും അവിടെ ഈ കാസിനോസ് ഉണ്ട്. അയാളുടെ ഹോട്ടലിൽ മാത്രമേ നടന്നിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ ട്രംപ്, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ട്രംപ് വലിയ ഹാർഡ് കോറാണ്. ഇതിലാണ് ട്രംപ് കയറി വീണത് ബേസിക്കലി. അവിടെയാണ് ട്രംപ് തീരുമാനമെടുത്തിട്ട് രാത്രിക്ക് രാമായണം മുഴുവനും പ്ലാൻ ചെയ്തിട്ട് ഡിഫൻസിൻ്റെ ചീഫുകളുമായിട്ട് വാറവും മീറ്റിംഗ് നടത്തി. ഈ മൈക്ക് ഹക്കാബയുടെ ഒറ്റ മെസ്സേജാണ്. പിന്നീട് ഇത് ട്രംപ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞപ്പം ട്രംപിന് അതിഭയങ്കരമായ സപ്പോർട്ട് കിട്ടി. ഈ ബോംബിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ട്രംപിൻ്റെ ഇമേജ് ടാരിഫും മറ്റുള്ള പല പ്രശ്നമായിട്ട് കിടന്ന് പെട്ടെന്ന് ഇമേജ് കൂടി. കാരണം അങ്ങനൊന്നും അമേരിക്കൻസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് റേറ്റിംഗ് കൊടുക്കുന്നവരല്ല. പക്ഷെ ട്രംപിന് ഓപ്പോസിറ്റ് ഉണ്ടായി ഭയങ്കരമായ റേറ്റിംഗായി. ഇപ്പോൾ പുതിയ റിപ്പോർട്ട്സുകൾ വരുന്നു, ഡെമോക്രാറ്റ്സിനും ട്രംപിനെ പിന്തുണയ്ക്കാൻ തുടങ്ങി. കാരണം
പല അമേരിക്കൻ പ്രസിഡന്റിനും ഇറാന്റെ ഇതേപോലെയുള്ള ന്യൂക്ലിയർ സംഭവത്തിൽ ബോംബ് ചെയ്യാനോ തടയാനോ കഴിഞ്ഞിട്ടില്ല. അത് ട്രംപിനെ കൊണ്ട് പറ്റി. ഒരു മൾട്ടിപ്പിൾ ഫാക്ടറുണ്ട്. ഇറാനിൽ പോയി ബോംബ് ചെയ്ത് 3 സൈറ്റുകൾ അതിനേക്കാൾ ഉപരിയായിട്ട് ന്യൂക്ലിയർ വെപ്പൺസിനെതിരെ ഇസ്രായേലിനെ കവറപ്പ് ചെയ്ത് സഹായിക്കുകയും ചെയ്തു. അത് അമേരിക്കയിൽ ഭയങ്കരമായിട്ട് റേറ്റിംഗ് കൂട്ടും. ഇത് ട്രംപിനും പിടികിട്ടി. ഇപ്പോൾ ഈ മൾട്ടിപ്പിളായ ഫാക്ടറും ഈ പറയുന്ന മൈക്ക് ഹക്കാബയുടെ മെസ്സേജും സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസും ഡെമോക്രാറ്റ്സ് ട്രംപിനെ അതിഭയങ്കരമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രംപ് അങ്ങ് ഡിസൈഡ് ചെയ്ത് പോയി തട്ടി ദൂരങ്ങളെ. ഇതാണ് ഉണ്ടായത്. ഇതാണ് പല റിപ്പബ്ലിക്കൻസ് ഇപ്പോൾ ട്വിറ്ററിലായാലും അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നതിന് പ്രധാന കാരണം. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മൈക്ക് ഹക്കാബെ എന്ന് പറഞ്ഞ ആളാണ് ട്രംപിൻ്റെ തീരുമാനത്തിൽ നിർണായകമായ മാറ്റം കൊണ്ടുവന്നത്.